ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒത്തിരി ടിപ്സുകൾ, ക്രാഫ്റ്റിംഗ് ഐഡിയാസ്, കുക്കിംഗ് ഐഡിയാസ് അങ്ങനെയൊക്കെ പലതും ഇത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്കാണ് ഇത്. നമ്മൾ ഫാമിലി പിക്കായാലും കുട്ടികളുടെ പിക്ക് ഒറ്റക്കായാലൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. നമുക്ക് ആപ്ലിക്കേഷനൊന്നും ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യാം. അതൊക്കെ ഇതിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ടൂൺമി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാണുന്ന ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പില്ലേ, ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഗാലറിയിലുള്ള ഫോട്ടോ ഇങ്ങനെ കാർട്ടൂൺ ടൈപ്പ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലൊന്ന് സെലക്ട് ചെയ്യണം. ഞാൻ ഇതിൽ ഫസ്റ്റ് ഉള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ബ്ലൂ കളറിലുള്ള ഈ ഒരു പിക്കാണ്, ഗേളിൻ്റെ പിക്കാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഉണ്ട്, താഴേക്കൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് പിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്ലൂ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഇത് താഴെ ഗാലറിയിലോട്ട് ഓപ്പൺ ആയിട്ട് പോകും. എന്നിട്ട് നമുക്ക് വേണ്ട പിക്ക് അതിൽ അപ്ലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ക് ഇതിൽ എടുത്തിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് താഴെയുള്ള ബ്ലൂ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ആഡ് വരും. ആഡിൽ നമ്മൾ മുകളിൽ ഇൻറ്റു മാർക്ക് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ആ പിക്ക് ലോഡിങ് ആയിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ഡിവൈസിൽ കൊടുത്താൽ ഡൗൺലോഡും ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായി കിട്ടും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ ഇതേപോലെ ഇതിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും നമ്മൾ ഇതേപോലെ കാർട്ടൂൺ ടൈപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ ബ്ലാക്ക് സംഭവങ്ങളൊക്കെ നമുക്ക് അത് പ്രശ്നമല്ല. പിന്നെ നമ്മളത് സെറ്റാക്കുമ്പോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എടുക്കേണ്ടത് ഇൻഷൂട്ട് ചെയ്യേണ്ടവർക്ക് ഇൻഷൂട്ട് ചെയ്യാം. ഇനി അതല്ല, ഫ്രീ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷനൊന്നും ഇല്ലാതെ റിമൂവ് ചെയ്യേണ്ടത് നമ്മൾ ക്രോം ഓപ്ഷനിൽ പോവുക. അതിൽ നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. അതായത് അത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് തുറന്നു വരിക. അതിൽ നമ്മൾ അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കേണ്ട ഇമേജ് അതിൽ കൊടുക്കുക. അതിൽ കൊടുത്ത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ സാധാ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണോ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിനുള്ള അങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പിക്സൽ ലാബിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ തമ്പനെയിൽ ഉണ്ടാക്കാനൊക്കെ പിക്സൽ ലാബാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ മുകളിലുള്ള ഈ പ്ലസ് മാർക്കിൽ പോയിട്ട് ഇമേജ് ആയിക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് ഉണ്ട്, അത് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏരിയ മാത്രം എടുത്തിട്ട് സെലക്ട് ചെയ്ത് ഇതിൽ കൊണ്ടുവന്ന് സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇമേജും ഇതേപോലെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെയാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പിക്സൽ ലാബിൽ എങ്ങനെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഗേളിൻ്റെ പിക്ക് എടുത്തിട്ടാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിന് മുകളിൽ വെക്കുമ്പോൾ മനസ്സിലാവും. ഇതാ ഈ ഒരു പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മളിത് ചെയ്യേണ്ടത്, ഇതിൻ്റെ താഴെ ഉണ്ട് എറൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. ആ എറൈസർ എടുത്തിട്ട് മുകളിൽ എറൈസറിൻ്റെ ആ ഒരു പിക്ക് തന്നെ ഓണാക്കിയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടും എളുപ്പം നമുക്ക് കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ടായി കിട്ടുക മറ്റേ തന്നെയാണ്, ക്രോം ഓപ്ഷനിൽ ഗൂഗിളിൽ പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഇതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ഇത് വെച്ചിട്ട് മാക്സിമം അടുപ്പിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ. അങ്ങനെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ അടുത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഫാമിലി പിക്കായാലും ഇതേപോലെ ഓരോന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇൻഷൂട്ടിൽ ചെയ്യുന്നതും കണ്ടു കുറേ പേര്. പക്ഷേ എനിക്കൊന്നും കൂടി നല്ല തോന്നിയിട്ടുള്ളത് പിക്സൽ ലാബിലാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ സാധാരണ അതിൽ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടാവാം
അപ്പോൾ ഞാൻ മറ്റേതും കൂടെ ഇരുന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ അത് റിമൂവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത് തന്നെ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയില്ല. എങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് തന്നെ ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇത് പിക്സൽ ലാബിൽ തന്നെ മുകളിൽ പോയിട്ട് സേവ് ചെയ്താൽ മതി കേട്ടോ ഗാലറിക്ക്. അപ്പോൾ നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.